ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എല്ലാം കുനുകുനേന്ന് മുറിച്ച് വയ്ക്കുക. ഒരു ബൗളിൽ ഒരു 500 ഗ്രാം തൈര് എടുക്കുക കേട്ടോ. തൈര് ഇതൊരു 4-5 പേർക്ക് കഴിക്കുക കേട്ടോ. അതിനെ ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒത്തിരി ഒരുപാട് ലൂസാക്കരുത്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയിൽ നിന്ന് എല്ലാം ഓരോ സ്പൂൺ തൈരിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് 1 സ്പൂൺ ജീരകപ്പൊടി കൂടി ഇടുന്നുണ്ട്. ജീരകം നമ്മൾ വറുത്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആവശ്യമുള്ളപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. സോ അതും കൂടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഞാൻ എന്താണ് തയ്യാറാക്കാൻ പോണതെന്ന് പറയുന്നതിന് മുന്നേ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോണത് കേട് വട, രസം വട. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിതാ കടുക് വറുക്കാൻ വെച്ചിട്ടുണ്ട്. കടുക് വറുത്തിട്ട് ആ തൈരിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തണുപ്പ് വേണ്ടവർ അതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. രസം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അതിനെ ഒന്ന് അസംബിൾ ചെയ്യാം കേട്ടോ. ഒരു 2 ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് വട വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തൈരാണ് ആദ്യം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. തൈര് ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ രസം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് റെസിപ്പി വേണ്ടവർ കമൻസിൽ കൊടുക്കുക, ഞാൻ ലിങ്കായിട്ട് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ വട പ്രിപ്പറേഷനും തന്നെ കേട്ടോ. വേണ്ടവർ കമൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ലിങ്ക് തരാം. ഓക്കെ, സോ അടിപൊളി. നമ്മളിന്ന് കേടുവട, രസം വട രണ്ടും തയ്യാറാക്കി കഴിഞ്ഞു. കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടോ. ഹോട്ടലിൻ്റെ അതേ ടേസ്റ്റാണ്. കേടുവട നമുക്ക് ബൂന്തി, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ചുകൂടി മല്ലിയില ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അലങ്കരിക്കുക കേട്ടോ. ഞാനൊന്നും ചെയ്തില്ല. ഓക്കെ, വേണ്ടവർക്ക് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. ഹാപ്പി കുക്കിംഗ്.